പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃത ശ്ലോകങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ശ്രീകൃഷ്ണ കർണാമൃതം ഇവിടെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇനി 3 ശ്ലോകങ്ങൾ കൂടിയേ ഉള്ളൂ. അതുകൂടി നോക്കിയിട്ട് നമുക്ക് ഇത് സമർപ്പിക്കാം. നൂറ്റി 67-ാമത്തെ ശ്ലോകം, 169 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഭൂഷാവർണാദിയാലീ ഭുവനമഖിലവും ഹന്ത മോഹിച്ചു രാഗദ്വേഷാപൂർണം വിഘൂർണം ശിവ ശിവ പറയാവല്ല മായാവിലാസം. ഭാഷാകർണാമൃതം മേ സുഹൃതമിതു സദാ നാവുകൊണ്ടാസ്വദിച്ചാൽ നൂഴാ കർമാവലീ വല്ലികളിലുടനവൻ പിന്നെ മുന്നേതുപോലെ. ഭൂഷാവർണാദിയാൽ എന്ന് പറഞ്ഞാൽ അലങ്കാരം, വർണ്ണഭേദങ്ങൾ. ഞാൻ സവർണൻ, മറ്റവൻ അവർണൻ, അങ്ങനെയുള്ള വർണ്ണഭേദങ്ങൾ. ഞാൻ വലിയ കേമൻ, അല്ലെങ്കിൽ ഞാൻ സുന്ദരൻ, ഞാൻ സുന്ദരി, എനിക്കിങ്ങനെയുള്ള അലങ്കാരങ്ങളുണ്ട്, എനിക്ക് നല്ല അങ്ങനെയുള്ള ആ ഒരു വിചാരങ്ങളുണ്ടല്ലോ, പുറമോടികൾ. അങ്ങനെയുള്ള പുറമോടികളിൽ ഈ ഭുവനമഖിലവും ജനങ്ങൾ, പൊതുവേ ഉള്ള ജനങ്ങളുടെ കാര്യം പറയുകയാണ് പൂന്താനം ഇവിടെ. ഈ സ്ഥൂല പ്രപഞ്ചം മുഴുവനും ഹന്ത, കഷ്ടാണ്. രാഗദ്വേഷാപൂർണം എന്ന് പറഞ്ഞാൽ പല പല വികാരങ്ങൾ, അഹങ്കാര ഗുണങ്ങൾ ഒക്കെ കൊണ്ട് മതിമറന്ന് ചിത്തഭ്രമം വന്ന് ശിവ ശിവ കഷ്ടാണേ, പറയാൻ പറ്റില്ല. അങ്ങനത്തെ പറയാവല്ല മായാവിലാസം. ഭഗവാന്റെ മായാവിലാസം പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. ഭഗവാന്റെ ഒരു മായ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നാണ്, നമ്മുടെ കുറ്റം കൊണ്ടല്ല എന്നാണ്. ഭഗവാൻ ആ മായ കൊണ്ട് നമ്മളെ ഇതൊക്കെ ചെയ്യിക്കുകയാണ് എന്നാണ് പറയണത്. സുഹൃതം ഇത് ഭാഷാകർണാമൃതം. ഈ ഒരു ഭാഷാകർണാമൃതം എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള ഈ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള കർണാമൃത ശ്ലോകങ്ങൾ. ഭഗവത് സ്തുതിയുണ്ട് ഇതിൽ, അറിവുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മളിത് മുഴുവൻ കേട്ടതാണല്ലോ. അപ്പോൾ ഇത് സദാ അമൃതതുല്യമായതാണ് എന്നാണ് പറയുന്നത്. ഇത് സദാ നാവുകൊണ്ട് ആസ്വദിച്ചാൽ, ഇത് പതിവായി ശ്രദ്ധയോടെ കീർത്തനം ചെയ്താൽ എന്താ ഉണ്ടാവുക? ആ ആൾക്ക് പഴയ പോലെ, നേരത്തെ അനുഭവിച്ചിരുന്നത് പോലെയുള്ള കർമ്മവാസന പിടിച്ചു വലിക്കുന്ന ആ പാശബന്ധങ്ങളുണ്ടല്ലോ, കർമ്മവാസനകൾ കൊണ്ട് ഓരോരോ കാര്യങ്ങളിലേക്ക് മനസ്സങ്ങോട്ട് തിരിയും. അങ്ങനെയുള്ള നമ്മൾ പറയാറില്ലേ, കയറില്ലാതെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന്. അങ്ങനെയുള്ള ആ പാശം, ആ കയർ കൊണ്ടുള്ള ആ ബന്ധനം നമുക്ക് ഉണ്ടാവില്ല. ഉടൻ അവൻ പിന്നെ താമസം വിന, ഇത് കീർത്തിക്കുന്നവൻ താമസം വിന ഈ പാശബന്ധങ്ങളിൽ നിന്ന് മുക്തനാവും എന്നാണ് പറയുന്നത്. നൂഴ എന്ന് പറഞ്ഞാൽ ആ ബന്ധനങ്ങളിൽ അകപ്പെട്ട് കിടന്ന് വലയില്ല എന്നർത്ഥം. ക്ഷിപ്രം, അകപ്പെട്ട് വലയുകയില്ല. ക്ഷിപ്രം ഭവതി ധർമാത്മാ എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ പറയണത്. അപ്പോൾ നമുക്ക് ഈ ശ്രീകൃഷ്ണ കർണാമൃതം ശ്ലോകങ്ങൾ ഏതെങ്കിലുമൊക്കെ നമുക്കിഷ്ടപ്പെട്ടത് നമ്മൾ ദിവസവും ഒന്ന് ചൊല്ലി ശീലിക്കുക. എന്നാൽ അവന് കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനം കിട്ടും എന്ന്. ഭഗവാന് കർണാമൃതങ്ങളായ ശ്ലോകങ്ങളാണ് ഈ ശ്ലോകങ്ങൾ. അപ്പോൾ അത് ഭഗവാനും
അതൊരു സന്തോഷമാവും നമ്മളതിങ്ങനെ ചൊല്ലി ഭഗവാനെ സ്തുതിച്ചാൽ എന്നാണ് പൂന്താനം പറയുന്നത്. അടുത്ത ശ്ലോകം. ഉണ്ണിക്കിടാങ്ങൾ കളിയായൊരു കാലു വെച്ചാൽ എണ്ണാവതില്ലതിനഹോ കുതുകം പിതൃണാം എന്നക്കണക്കെ നടയുള്ളവർകൾക്കിതെല്ലാം എന്നാൽ കൃതം കിമപി കൗതുകമായി വരേണം. ഉണ്ണിക്കിടാങ്ങൾ കളിയായൊരു കാലു വച്ചാൽ, ചെറിയ കുട്ടികൾ, പിച്ച നടക്കാൻ തുടങ്ങുന്ന കുട്ടികൾ, മുട്ടുകുത്തി നടക്കുന്ന കുട്ടികൾ എണീറ്റ് നിന്ന് ഒരു കാലടി മുമ്പോട്ട് വെച്ചാൽ, അത് ആദ്യമായിട്ട് കുട്ടികൾ നടന്നു തുടങ്ങുമ്പോൾ ആഹാ എന്തൊരു സന്തോഷമാണ് നമുക്ക്. പിതൃണാം എന്നാണ് ഇവിടെ പറയണത്. പക്ഷേ അച്ഛന്മാർക്ക് മാത്രമല്ല, അമ്മമാർക്ക് അതിലേറെ, നമുക്ക് അമ്മമാർക്കറിയാം അല്ലേ, എന്തൊരു സന്തോഷമാവും നമ്മുടെ മക്കൾ പിച്ച വെച്ച് തുടങ്ങണ ആ സമയത്ത് ഒരു കാലടി മുമ്പോട്ട് വെച്ച് നമ്മളിങ്ങനെ കൈ നീട്ടി അവരെ പിച്ച നടത്തില്ലേ, അങ്ങനെ നടക്കണത് കാണുമ്പോൾ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിലുള്ളവർക്കും എല്ലാം എന്തൊരു സന്തോഷമാണ് അല്ലേ. നടക്കാൻ തുടങ്ങി പതുക്കെ എന്നൊക്കെ നമ്മളിങ്ങനെ എല്ലാവരോടും പറയും അല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ ഉള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അല്ലേ. അതുപോലെ എന്നക്കണക്കെ അതുപോലെയുള്ള ആ ഒരു കൗതുകത്തോടെ എന്നാൽ കൃതം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ രചിച്ചിട്ടുള്ള ഈ ശ്ലോകങ്ങൾ, എന്നാൽ രചിക്കപ്പെട്ട ഈ കൃതി, ഈ ഭക്തിയുടെ പന്ഥാവിൽ നടന്ന് ശീലമുള്ളവർക്ക്, ഭഗവാനോടും ഭക്തന്മാരും വെച്ചാൽ സജ്ജന സംസർഗം ഉള്ളവർക്ക്, അതല്ലെങ്കിൽ ആരാധനാമൂർത്തിയുള്ളവർക്ക്, ക്ഷേത്രത്തിൽ മിക്കവാറും ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുന്നവർ, ഭക്തിയോടെ ശ്ലോകങ്ങൾ ചൊല്ലുന്നത്, നാമം ജപിക്കുന്നവർ, നാമത്തിൻ്റെ മാഹാത്മ്യമാണ് ഇവിടെ പറയണത് അല്ലേ. നാമാമൃതം അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്ര ദിവസവും. ഇപ്പോൾ ഈ ശ്രീകൃഷ്ണ കർണാമൃതത്തിൻ്റെ മഹത്വമാണ് പറയണത്. അങ്ങനെയുള്ളവർക്ക് ഇത് ആ കുട്ടികൾ പിച്ച വെച്ച് കാണുമ്പോൾ നമുക്കുള്ള ആ സന്തോഷം പോലെ തന്നെ ഇതും എങ്ങനെയെങ്കിലും ശ്രദ്ധിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ഇത് ചൊല്ലുമ്പോഴും ആ ഒരു സന്തോഷം മനസ്സിൽ ഇത് ചൊല്ലുന്നവർക്ക് ഉണ്ടാവണം എന്നാണ് പറയണത്. അവസാനത്തെ ശ്ലോകമാണ് ഇത്. പീതാംബരപ്രോല്ലസിതാഖിലാംശം ഹേമാംഗദോദ്ഭാസിതബാഹുദണ്ഡം സോമാംബുജശ്രീവദനാരവിന്ദം വാമാലയസ്ഥം ഭജ വാസുദേവം. ഇത് എടത്തുപുറത്തപ്പനെ ഭജിക്കാൻ വാമാലയേശനെ സമർപ്പിച്ചിട്ടാണ് ഈ കൃതി പൂന്താനം എഴുതിയിട്ടുള്ളത്. പീതാംബരത്താൽ ആനന്ദിപ്പിക്കപ്പെട്ടതും പരിശോഭിക്കുന്നതും, അതുപോലെ അഖിലാശം ആശ്രയം, അഖില 14 ലോകങ്ങൾക്കും ആശ്രയമായതും, ഹേമാംഗദോദ്ഭാസിത ബാഹുദണ്ഡം, സ്വർണ്ണനിർമ്മിതമായിട്ടുള്ള അംഗദങ്ങൾ കൊണ്ട് പ്രകാശിക്കുന്ന ഭഗവാന്റെ 4 തൃക്കൈകൾ, അതുപോലെ സോമാംബുജശ്രീവദനാരവിന്ദം, സോമാംബു എന്ന് പറഞ്ഞാൽ സോമരസം, അമൃത് തന്നെയായ ആ ശ്രീ വിളങ്ങുന്ന ഭഗവാന്റെ മുഖം, അതല്ലെങ്കിൽ സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, അംബുജം എന്ന് പറഞ്ഞാൽ താമര. അപ്പോൾ ചന്ദ്രൻ, താമര, ഇതിൻ്റെയൊക്കെ ശ്രീയോടുകൂടിയ മുഖ പങ്കജം, ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ അങ്ങനെയൊക്കെയുള്ള ആ വാമാലയസ്ഥം ഇടത്തുപുറത്ത് സ്ഥിതി ചെയ്യുന്നതായ വാസുദേവം ഭജ, ശ്രീകൃഷ്ണനെ ഭജിക്കുവിൻ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ തന്നെയായ ആ ശ്രീ വാസുദേവനെ, എടത്തുപുറത്തപ്പനെ
ഭജിക്കുവിൻ എന്നാണ് ഇവിടെ പറഞ്ഞ് സമർപ്പിച്ചിട്ടുള്ളത്. നമുക്കും ആ എടത്തുപുറത്തപ്പനെ ഗുരുവായൂർ പോയി തൊഴാനും ഒന്നും സാധിക്കാത്തവർക്ക് ഈ എടത്തുപുറത്ത് വന്ന് ഭഗവാനെ കണ്ടാൽ ഗുരുവായൂർ പോയി തൊഴുത ഫലമാണ് എന്നാണ് പറയണത്. അപ്പോൾ എല്ലാവർക്കും ഈ ഗുരുവായൂരപ്പനെയും എടത്തുപുറത്തപ്പനെയും ഭജിച്ചുകൊണ്ട് നാമാദികളാൽ ഭഗവാനെ സ്തുതിച്ച് ഇനിയുള്ള കാലം കഴിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിവിടെ ഈ നാമാമൃതം എന്ന ഭാഗവും ഈ ശ്രീകൃഷ്ണ കർണാമൃതവും ഇവിടെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.